നമ്മളൊരു സമവായ നീക്കം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അത് പാളി. ഈ മുസ്ലിം ലീഗ് സമസ്ത സമവായ നീക്കം വീണ്ടും പാളിയല്ലേ അഭിലാഷ്? ഈ ബാഖഫി തങ്ങളെ മാതൃകയാക്കണമെന്നാണ് പറയുന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ. അത് സാദിഖ് അലി തങ്ങൾക്കുള്ള ഒരു ഒളിയമ്പല്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും റോഷ്നി, അതായത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മുസ്ലിം ലീഗിൻ്റെ അകത്തെയും അതോടൊപ്പം തന്നെ സമസ്തയ്ക്കും തമ്മിലുള്ള ഈ ഭിന്നത പരിഹരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കപ്പെട്ടിരുന്നു. അതിന് ഒരു ഉപസമിതിയൊക്കെ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഉമർ ഫൈസി മുക്കവും അതോടൊപ്പം തന്നെ ഹമീദ് ഫൈസി അമ്പലക്കടവും പാണക്കാട് തങ്ങളെ നേരിട്ട് കാണുകയും അവിടെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പക്ഷേ ആ കൂടിക്കാഴ്ചയിലെ അന്തസത്തയ്ക്ക് നിരക്കുന്നതല്ല ഉമർ ഫൈസി മുക്കത്തിൻ്റെയൊക്കെ വാർത്താ സമ്മേളനം എന്നാണ് ഇന്നലെ സാദിഖ് അലി തങ്ങൾ പറയുന്നത്. നമുക്കറിയാം, നേരത്തെ ഉള്ളതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ പേരെടുത്ത് വിമർശിക്കുന്ന നിലയിലേക്ക് ഇരു സംഘടനാ നേതാക്കളും മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ ബാഫക്കി തങ്ങളാണ്, അതായത് മതപരമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകി സമസ്തയിലെ നേതാക്കളെ കേട്ടുകൊണ്ട് തീരുമാനമെടുക്കുന്ന ബാഫക്കി തങ്ങളാണ് മാതൃകയെന്ന് പറയുമ്പോൾ സാദിഖ് അലി തങ്ങളല്ല, അതായത് സമസ്തയെ ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കുന്ന സാദിഖ് അലി തങ്ങളല്ല തങ്ങളുടെ മാതൃക എന്ന് കൂടി പറഞ്ഞു വെക്കാനാണ് ഇന്നലെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ശ്രമിച്ചതെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഉമർ ഫൈസി പറയുന്നത്, ഞാൻ സാദിഖ് അലി തങ്ങളോട് മാപ്പ് പറഞ്ഞിട്ടൊന്നുമില്ല, അതായത് ഞാൻ മാപ്പ് പറയുകയാണെങ്കിൽ അത് ദൈവത്തോട് മാത്രമായിരിക്കും മാപ്പ് പറയുക എന്നുള്ള കാര്യം കൂടി ഉമർ ഫൈസി മുക്കം കൂടി നിലപാട് സ്വീകരിക്കുമ്പോൾ സമസ്തയിലെ ഈ വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർന്നു വരുന്നു. അതോടൊപ്പം തന്നെ 23-ാം തീയതി സമവായ ചർച്ച ഉണ്ടാവുമെന്നുള്ള ഒരു നിലപാടൊക്കെ നേരത്തെ സ്വീകരിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ നിലവിലൊരു സാഹചര്യത്തിൽ അതിന് സാധ്യതയുണ്ടോ എന്ന് സംശയിക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും കാര്യങ്ങൾ പോകുന്നത് അത്ര നല്ല രീതിയിലല്ല. ഒരു സമവായം ഇങ്ങനെ പ്രതീക്ഷിച്ചു നിന്നതാണ്, പക്ഷെ അതും വെള്ളത്തിലായി.